ശ്രീ MK ഹരിദാസ്, ഈ NM വിജയൻ എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല. 50 വർഷം ആ സുൽത്താൻ ബത്തേരിയിൽ വയനാട് ജില്ലയിൽ നിറഞ്ഞു നിന്ന കോൺഗ്രസ് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 80 മുതൽ 92 വരെ സുൽത്താൻ ബത്തേരി മണ്ഡലം പ്രസിഡന്റ്, 2006 DCC സെക്രട്ടറി ആകുന്നു, പിന്നീട് അതിനു മുൻപ് 98-നും 2000-നും ഇടയിലൊക്കെ ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. കുറേ നാൾ ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റായി നിന്നു. അവിടെ വൈസ് പ്രസിഡന്റായി. എത്രയോ നാളുകളായി DCCയുടെ ട്രഷററാണ്. അപ്പോൾ ഒരു ചെറിയ മീനല്ല NM വിജയൻ എന്ന് പറയുന്നത്. ആ കോൺഗ്രസിൻ്റെ DCC നേതൃത്വത്തെ അങ്ങേയറ്റം അറിയാവുന്ന, അവിടുത്തെ നേതാക്കളെയൊക്കെ അങ്ങേയറ്റം അറിയാവുന്ന, അവർക്കൊക്കെ വിശ്വസ്തനായ ഒരാളായിരുന്നു. ഈ NM വിജയൻ സ്വന്തം നിലയ്ക്ക് പൈസ വാങ്ങും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഒരിക്കലും നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. അതിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ അത്ര പാരമ്പര്യം ഇല്ലാത്തൊരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു ആത്മഹത്യാ കുറിപ്പ് എഴുതിയിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലേക്ക് എത്തിച്ചേർന്നുവെങ്കിൽ അത് BJPയുടേതാവട്ടെ, കോൺഗ്രസിൻ്റെതാകട്ടെ, CPMൻ്റെതാകട്ടെ, അതിന് പാർട്ടി തന്നെയാണ് ഉത്തരവാദി. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണം നിലനിൽക്കുന്ന ഒരു സഹകരണ സംഘത്തിന്റെ ഭരണം പിടിച്ചെടുക്കാം, അവിടെ നമുക്ക് ഇത്രയും നിയമനങ്ങൾ നടത്തിയിട്ട് നമുക്ക് ഈ പണം കണ്ടെത്താം എന്നുള്ള ഒരു ധാരണയിൽ എത്തത്തക്ക തോതിൽ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചുവെങ്കിൽ ആ അധപ്പതനത്തിന്റെ കാരണക്കാര് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ പ്രിന്റു മനസ്സിലാക്കുക, അദ്ദേഹം തുടക്കത്തിൽ ശ്രീ നിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ KPCCയുടെ ഉപസമിതിയുടെ അന്വേഷണത്തിൽ കുറ്റക്കാരായവരെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നടപടിയെടുക്കുമെന്ന് ശ്രീ നിയാസ് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം വാസ്തവമാണ്. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആരാണ് കുറ്റക്കാരെന്ന് ഒരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അങ്ങനെ കുറ്റക്കാരായിട്ട് കണ്ടെത്തിയിട്ട് അവർക്കെതിരെ നടപടിയെടുത്താൽ അവർ വിളിച്ചു പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതിനേക്കാൾ വലിയ അഴിമതിയിൽ കോൺഗ്രസ് മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് വയനാട് എന്ന് വരുമെന്ന് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം. പിന്നെ ശ്രീ നിയാസ്, താങ്കൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു കോഴ വാങ്ങാത്തവർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താങ്കളൊക്കെ കൃത്യമായിട്ട് ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരല്ലേ. ഇവിടെ കഴിഞ്ഞ 9 വർഷത്തെ ഭരണത്തിൽ ഈ CPM എന്ന് പറയുന്ന പാർട്ടി സംസ്ഥാനത്തിന്റെ ഭരണം കയ്യിലുള്ളതിന്റെ പേരിൽ അവർ വാങ്ങിക്കൂട്ടുന്ന കോഴകളുടെയും അതുമായി തന്നെ സ്വജനപക്ഷപാതപരമായ നിയമനത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് പ്രതിനിധികൾ എന്ത് പറഞ്ഞിട്ടാണ് നിൽക്കാറുള്ളത്? ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവരല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്താണ് താങ്കൾ എന്ത് പറയുന്നത്? കോഴ വാങ്ങാത്തവർ ആരാണുള്ളത് എന്ന് ചോദിക്കുന്നത്. അവിടെയാണ് കോൺഗ്രസിന്റെ അപച്യുതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ പരാജയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തിക്ക് തന്റെ അല്പം നമ്മൾ പറയില്ലേ, കൃത്യമായിട്ടുള്ള ബുദ്ധിമാന്യമുള്ള ഒരു മകനുമായിട്ട് ഇനി ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഞാൻ പോകുന്നതോടൊപ്പം തന്നെ ഈ മകനെയും കൂട്ടിക്കൊണ്ടു പോകണം, കാരണം പിന്നീട് അവൻ കുടുംബത്തിന് ഭാരമാകരുത് എന്ന നിലയ്ക്ക് ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതിയിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും കോൺഗ്രസ് നേതൃത്വത്തിനാണ്. മാത്രവുമല്ല, ഇന്ന് ഇദ്ദേഹത്തിന്റെ മരിക്കാത്ത മകൻ, ഈ വിജയന്റെ മരിക്കാത്ത മകൻ ഇന്ന് വന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, പ്രതിപക്ഷ നേതാവിന്റെ ഈ വിഷയത്തോടുള്ള സമീപനത്തിൽ അങ്ങേയറ്റം ഞങ്ങൾക്ക് ഖേദമുണ്ട്, ഇത്തരത്തിലല്ല അദ്ദേഹം പ്രതികരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കുക ശ്രീ നിയാസ്, ഇവിടെ താങ്കളെ ചൂണ്ടിയിട്ട് സംസാരിക്കുന്നത് ഇവിടെ താങ്കളാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഏറെ താമസിയാതെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന ഈ സമയത്ത് കൃത്യമായ കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ അറിയാവുന്ന CPM ഇത് ചൂഷണം ചെയ്തുകൊണ്ട് കോൺഗ്രസിന് വയനാട്ടിലുള്ള ആധിപത്യത്തിന്റെ വലിയൊരു ഭാഗം തകർക്കാൻ ഈ ഒരു വിഷയം ഉപകരിക്കും എന്ന് അറിഞ്ഞുകൊണ്ടെങ്കിലും KPCC പ്രസിഡന്റ് സുധാകരൻ ഈ വിവരം ഇദ്ദേഹം ആത്മഹത്യ ചെയ്യും മുമ്പ് ഇതിനൊരു നടപടി എടുക്കേണ്ടതായിരുന്നു. ഇത് സുധാകരൻ അറിഞ്ഞിട്ടില്ല, സതീശൻ അറിഞ്ഞിട്ടില്ല, ഈ ഉപസമിതിയുടെ ചെയർമാനായിട്ടുള്ള തിരുവഞ്ചൂർ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേവലം കപട നാടകമാണ്. ചില വലിയ വലിയ സത്യങ്ങൾ ഒളിഞ്ഞു നോക്കുമ്പോൾ അതിനെ വിരൽ വെച്ച് അടയ്ക്കാൻ ശ്രമിക്കരുത്. അത് അങ്ങേയറ്റം തെറ്റാണ്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടില്ല. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഇദ്ദേഹത്തിന്റെ മരണശേഷം പുറത്തുവിടുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അങ്ങേയറ്റം സ്തബ്ധരാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടി വേണം താങ്കളെ പോലെ സത്യസന്ധമായിട്ട് ചാനൽ ചർച്ചകളിൽ കാര്യങ്ങൾ പറയുന്നവർ ഇത്തരം ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ട് സംസാരിക്കുമ്പോൾ പറയണമെന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വിഷയത്തില്
IC ബാലകൃഷ്ണൻ പൂർണ്ണമായിട്ടും കുറ്റക്കാരനാണ് എന്ന് വരുത്തുമാറുള്ള ഒരു കത്ത് കയ്യിലുള്ളപ്പോ അവിടെ IC ബാലകൃഷ്ണൻ തെറ്റുകാരനല്ല എന്ന് ബോധ്യപ്പെടുത്തും വരെ അദ്ദേഹം, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഒരു ജനപ്രതിനിധിയായിരിക്കാൻ യോഗ്യനല്ല. ധാർമ്മികത ഒന്നുണ്ടെങ്കിൽ ഈ KPCCയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അപ്പച്ചനും ഈ MLA സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹവും മാറി നിന്നുകൊണ്ട് ഇതിനൊരു അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. നീലിമ, നമുക്കിവിടെ സമാധാനിക്കാനുള്ളത് ഇതിന്റെ അന്വേഷണം നടത്തുന്നത് കേരള പോലീസാണ്, LDF ആണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അന്വേഷണത്തെ നേരായ മാർഗത്തിലൂടെ കൊണ്ടുപോകാതെ വളഞ്ഞ വഴിക്ക് കൊണ്ടുപോയിട്ടാണെങ്കിലും ഇതിലത്തെ ഇന്ന് കൈ കഴുകി നിൽക്കുന്ന എല്ലാ നേതാക്കളും കുറ്റക്കാരാണെങ്കിൽ അവരുടെ പേരുകളെങ്കിലും പുറത്തു വരുമെന്ന് നമുക്ക് സമാശ്വസിക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് അവരുടെ ഒരു ഇരട്ടത്താപ്പ് വളരെ കൃത്യമായി ആ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി CPM നീങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം വരാൻ പോകുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ്, തൊട്ടുപുറകെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്.